നമസ്കാരം. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്, അതായത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കാലത്ത് ഏറ്റവും പീഡനമേറ്റ ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. എന്നെ നിരവധി തവണയാണ് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വീണ ജോർജിൻ്റെ ഒരു പരാതിയിൽ എന്നെ ഉച്ചയ്ക്ക് വന്ന് അറസ്റ്റ് ചെയ്യുകയും അർദ്ധരാത്രി കൊണ്ടുപോയി ഹാജരാക്കുകയും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കുകയും എനിക്ക് ജാമ്യം കിട്ടേണ്ട കേസിൽ ജാമ്യം കിട്ടാതെ 7 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തത്. അത് ഒരിക്കലും നിലനിൽക്കാത്തൊരു കള്ളക്കേസായിരുന്നു. വീണ ജോർജ് കൊടുത്ത പരാതി തന്നെ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നുള്ളതായിരുന്നു. അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ വീണ ജോർജ് തന്നെ ഒരാളെ കൊണ്ട് എനിക്ക് വീണ ജോർജിൻ്റെ ഒരു സെക്സ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എത്തിക്കുകയും, എന്നാൽ അത് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയതോടുകൂടി അത് ഞാൻ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് എൻ്റെ കൈവശം വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങളടങ്ങിയ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തു. കാരണം എനിക്കൊരു കത്ത് വരികയാണ്. ആ കത്തിൽ പറയുന്നത് വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങളടങ്ങിയ വീഡിയോ എൻ്റെ കൈവശം ഉണ്ടല്ലോ എന്നാണ്. അതായത് അവർ തന്നെ എന്നെ എത്തിച്ചിട്ട് എന്നെ കൊടുക്കാൻ വേണ്ടി പിണറായി വിജയനും റിയാസും വീണ ജോർജും കൂടെ പ്ലാൻ ചെയ്ത് വീണ ജോർജിനെ മുന്നിൽ വെച്ച് കളിച്ചതായിരുന്നു. പക്ഷെ ഞാൻ ആ കുരുക്കിൽ വീണില്ല. എനിക്ക് അവരെ കള്ളത്തരം മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു, ഞാനത് എൻ്റെ ചൂടൻ കിടപ്പറ അടങ്ങിയ വീഡിയോ സത്യം എന്ത് എന്ന് വന്ന തലക്കെട്ടിൽ ഞാനൊരു വീഡിയോ ചെയ്തു. എൻ്റെ കൈവശം അങ്ങനെ വീഡിയോ ഇല്ല പറഞ്ഞിട്ട്. എന്നാൽ അത് കണ്ട പാതി കാണാതെ പാതി അപ്പോൾ തന്നെ വീണ ജോർജ് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ഉടനെ തന്നെ എന്നെ കള്ളക്കേസിൽ കുടുക്കാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പരാതി കൊടുക്കാനും പറഞ്ഞു. പരാതിയിൽ ആപ്പാടെ അത് ശരിക്കും കണ്ട സജീവ് എന്ന് പറയുന്ന വീണ ജോർജിൻ്റെ സെക്രട്ടറി കണ്ടതെന്താണ്, ഇതിനകത്ത് ഒന്നുമില്ല, എൻ്റെ കൈവശമില്ല എന്ന് പറയുന്നതാണ് അദ്ദേഹം. അതുകൊണ്ട് ഒരു അപകീർത്തികരമായ വാർത്ത എന്ന്, അതുകൊണ്ട് അതിനെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞ് DGPക്ക് പരാതി കൊടുത്തു. നേരെ പരാതി എവിടെ എത്തി? എറണാകുളം കൊച്ചിൻ സൈബർ സെല്ലിലെത്തി. എന്നാൽ അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്തു എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇവർ പൂർണ്ണമായി വീഡിയോ കാണാതെ എനിക്കെതിരെ IT ആക്ട് 67 പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശിച്ചു. എന്നെ ഉച്ചയ്ക്ക് വന്ന് 2021 ഡിസംബർ 1 ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആദ്യം ഭക്ഷണം മേടിച്ചിടാൻ പറഞ്ഞു. ഭക്ഷണം മേടിപ്പിച്ചു. എനിക്ക് പോലീസിനെ ഒരു പേടിയില്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ കള്ളത്തരം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്താണ് കേസ്? ഇത് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന പരാതി. ഞാൻ പറഞ്ഞു, അപകീർത്തികരമായ വാർത്തയ്ക്ക് പോലീസിനെ കേസെടുക്കാൻ അധികാരമില്ലല്ലോ. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെയാണ്? താങ്കളല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതേ എന്നോട് പറഞ്ഞു, നേരെ ഞാൻ കോടതിയിൽ ഹാജരാക്കാം, അവിടുന്ന് വേഗം ജാമ്യം എടുത്തോളൂ. അങ്ങനെ എന്നെ പെട്ടെന്ന് മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. നേരെ കോടതിയിൽ എത്താൻ സമയത്ത് അപ്പോഴത്തേക്ക് വീണ ജോർജിൻ്റെ കോള് വരുന്നു. എന്നെ ഉടൻ തന്നെ എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടിയത്. എന്നെ ഓഫീസിൽ വീടും റെയ്ഡ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ തലേ ദിവസം എനിക്ക് കിട്ടിയ വളരെ ഇമ്പോർട്ടൻ്റായി പിണറായി വിജയൻ്റെ 10,000 കോടി രൂപയുടെ അനധികൃത സമ്പാദ്യത്തിന്, വിദേശത്തടക്കമുള്ള സമ്പാദ്യത്തിൻ്റെ രേഖകൾ എനിക്ക് കിട്ടിയിരുന്നു. ഞാനത് ആക്ച്വലി അന്ന് ഓഫീസിലാണ് വെച്ചിരുന്നത്. ഒരു സ്യൂട്ട് കേസ് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഈ രേഖ ഓഫീസിലുണ്ട്. അപ്പം ഓഫീസിലോ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും സ്ഥലത്താണ് അവർക്ക് രഹസ്യരേഖ എന്നറിയാം. ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീണ ജോർജിനെ കരുവാക്കി വീണ ജോർജിനെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സെക്സ് വീഡിയോ എന്ന് പ്രസിദ്ധീകരിച്ചു എന്നുള്ള പേരിൽ ഒരു കള്ളക്കേസ് എടുത്തു. അദ്ദേഹത്തിന് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല. അപ്പോൾ എന്നെ അവിടെ വന്നിട്ട് പോലീസ് എന്ത് ചെയ്തു, റെയ്ഡ് എന്നുള്ള രൂപത്തിൽ പിന്നെ നടന്നെന്താ അറിയോ? വീണ ജോർജ് വിളിച്ചു പറഞ്ഞു, ആ CCTV ക്യാമറ ഊരണം, അവിടെ CCTV ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരോട് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ആ CCTV ഊരണം, എന്നിട്ട് സാധനങ്ങൾ എടുക്കണം എന്നുള്ളത്. അങ്ങനെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട രേഖകളും യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട രേഖകളും അതേപോലെ ഈ വീണ ജോർജിൻ്റെ ഈ വീഡിയോ എനിക്ക് കിട്ടിയ പെൻ ഡ്രൈവും അടക്കമുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയി. ഇതാണ് കാര്യം. അപ്പോൾ എന്നിട്ട് എന്നെ 7 ദിവസമാണ് ജയിലിൽ കിടന്നത്. അതിനുശേഷം ഒരു അഞ്ജു വിജയ പ്രദീപിനെ ഒരു കൊട്ടേഷൻ കൊടുത്ത് ഒരു ടീമിനെ, ശ്രീജിത്ത് എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരനായ കൈരളി ചാനലിൽ പ്രവർത്തിച്ചിരുന്ന, പല തട്ടിപ്പ് നടത്തിയിട്ടുള്ള, പല വിവാഹങ്ങളും കഴിച്ചിട്ടുള്ള, പല പെൺകുട്ടികളെയും വഞ്ചിച്ചിട്ടുള്ള ഒരാളെ എൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറ്റി. ആ ആൾ മുഖാന്തരം അവിടെ അന്ന് എനിക്ക് ആളെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആ ആൾ മുഖാന്തരം എൻ്റെ ഓഫീസിൽ കയറി അവരെന്ത് ചെയ്തു,
പിന്നീട് വളരെ വിശ്വാസ്യതയൊക്കെ ഉണ്ടാക്കി. അവിടെ ആളില്ലാത്ത സമയം നോക്കി അഞ്ജു വിജയ പ്രദീപ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരി എൻ്റെ ഓഫീസിൽ കയറ്റി. അവർ SST ആയിരുന്നു. ശരിക്കും എനിക്ക് SST ആയാലെന്ത് ആരായാലെന്ത്, ഞാൻ ഓഫീസിലെ ഏറ്റവും മാനവും മര്യാദയും പ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്നാൽ അവർ തട്ടിപ്പ് നടത്തുന്നു, ചില തട്ടിപ്പുകൾ എൻ്റെ മുന്നിലേക്ക് വന്നു എന്ന് കണ്ടതോടെ ഞാൻ എന്ത് ചെയ്തു, അവരുടെ വർക്ക് റിപ്പോർട്ട് ചോദിച്ചു. ആ വർക്ക് റിപ്പോർട്ട് ചോദിച്ചപ്പോൾ അവർ കുടുങ്ങി. അവരെന്ത് ചെയ്തു, ഉടൻ തന്നെ അവരിന്ന് ഇറങ്ങിപ്പോയി പിന്നെ കാണുന്നത് എനിക്കെതിരെ ഒരു കള്ളപ്പരാതിയും എന്നെ അറസ്റ്റ് ചെയ്യുന്നതുമാണ്. അതാരാണ് അറസ്റ്റ് ചെയ്യുന്നത്? ജയകുമാർ എന്ന് പറയുന്ന എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ തട്ടിപ്പുകാരനായ പെൺപിടിയാണെന്നൊക്കെ ജനങ്ങൾ അവിടെ പോലീസുകാർ പറയുന്ന നമ്മുടെ ജയകുമാറാണ്. അദ്ദേഹം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ AC ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ നല്ല ബന്ധമാണ്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പേരിലൊരു കള്ളക്കേസ് വരുന്നുണ്ട്, എന്നെയും വിളിപ്പിച്ചിട്ട് കൃത്യമായി കാര്യങ്ങൾ കേൾക്കണം. കാരണം ഈ പെൺകുട്ടി തന്നെ, ഈ അഞ്ജു വിജയ പ്രദീപ് തന്നെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർക്കറിയാം. ഇവർ കൊട്ടേഷൻ ടീമിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അവർക്കറിയാം. അവരെന്ത് ചെയ്തു, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഞാൻ അവരുടെ ഏറ്റവും നല്ല മര്യാദയോടെ പെരുമാറിയിട്ടുള്ളതെന്ന് അവർക്കറിയാം. അവരെന്ത് ചെയ്തു, എൻ്റെ ഓഫീസിലെ മറ്റൊരു ന്യൂസ് റിപ്പോർട്ടറെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഓഫീസിൽ നിന്ന് പോയത് എന്നോട് വർക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിൻ്റെ പേരിലാണ് എന്ന് കൃത്യമായി പറഞ്ഞ് സംസാരിച്ച റെക്കോർഡ് എടുത്ത് അവർ ഓഫീസിലെ മറ്റൊരു സ്റ്റാഫിന് അയച്ചു കൊടുത്തു. അങ്ങനെ എന്നെ ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ചെങ്കിലും മുകളിൽ നിന്ന് പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞപ്പം നേരെ എന്നെ പുലർക്കാലത്ത് വന്ന് അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനെ വെറുതെ കൊണ്ടേ ഇരുത്തിക്കുന്നു. വൈകുന്നേരം വരെ എത്തിച്ചിട്ട് അവസാനം രാത്രി 12 മണിക്ക് എന്നെ കോടതിയിൽ ഹാജരാക്കുന്നു. സത്യത്തിൽ ഇത് കള്ളക്കേസാണെന്ന് ബോധ്യപ്പെട്ട ACJM ശ്രീ ബൈജുവിന് മുന്നിലാണ് അദ്ദേഹം ഹാജരാക്കി. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജാമ്യക്കാരുണ്ടെങ്കിൽ, അഡ്വക്കേറ്റും ഉണ്ടെങ്കിൽ ഞാൻ ജാമ്യം തരാം. പക്ഷേ എന്ത് ചെയ്യാം, എനിക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നെ രാത്രി അഡ്വക്കേറ്റിനെ അറിയിക്കാതെയാണ് വന്നത്. അങ്ങനെ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. എത്ര ദിവസം അറിയോ? 34 ദിവസം. അവസാനം ഹൈക്കോടതി പറഞ്ഞു, ഇത് കള്ളക്കേസാണ്, ഇത് തട്ടിപ്പാണ്, ഒരു തെളിവും നന്ദകുമാറിനെതിരെ ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്ത് തന്നു, എനിക്ക് കോടതി ജാമ്യം തന്നു. തുടർന്ന് ഞാൻ തിരിച്ച് കേസ് കൊടുത്തു. ഒന്നാം പ്രതി ആരാ? വീണ ജോർജ് കൃത്യമായി പറയുന്നുണ്ട്, ഒരു ഭൂലോക തട്ടിപ്പുകാരനായ ജീമോൻ കല്ലുപരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഇത് വീണ ജോർജാണ് ഇതിൻ്റെ പിന്നിലെല്ലാം എന്ന്. ഈ 7-8 പേര് കൂടിയിട്ടാണ് ഒരു ഗ്യാങ്ങായിട്ട് എന്നെ നശിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ പ്രകാരം പൈസ വാങ്ങി എനിക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. അതിനെല്ലാം നേതൃത്വം കൊടുത്ത പോലീസ് ഓഫീസറാണ്. അപ്പോൾ പോലീസ് ഓഫീസർമാർ പിണറായി വിജയൻ്റെ കാലത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് വളരെ വ്യക്തമാണ്. എന്നെ ആദ്യം അറസ്റ്റ് ചെയ്ത ഒരു രഞ്ജിത്ത് വിശ്വനാഥൻ എന്ന് പറയുന്ന CI, അദ്ദേഹത്തിന് നിർബന്ധം കാരണം എനിക്കെതിരെ കള്ളക്കേസ് എടുത്താണ് സൈബർ പോലീസർ. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഞാൻ അതിൻ്റെ തെറ്റുകാരനല്ല. എന്നെ അദ്ദേഹം രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീടുള്ള കള്ളക്കേസ് എടുത്തപ്പോൾ. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്ത് ചെയ്യാം, അന്ന് ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നത് മുകളിൽ നിന്നുള്ള സമ്മർദ്ദപ്രകാരമാണ് എന്നോട് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നാൽ ജയകുമാർ അങ്ങനെയല്ല. 34 ദിവസം ജയിലിൽ കിടത്താൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയുകയാണ്. ഒരു SST കേസല്ലേ, അദ്ദേഹം പരിശോധിക്കണ്ടേ? യാതൊരു ചോദ്യം ചെയ്യലില്ല, ഒന്നുമില്ല. ഈ സന്ദർഭത്തിലാണ് എന്നെ കാണാൻ വേണ്ടി ഷാജഹാനും രാമചന്ദ്രൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റൊക്കെ എന്നെ കാണാൻ വന്ന് എന്നെ പോലീസ് കസ്റ്റഡി ഇരിക്കുമ്പം. എന്തായാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ജയിലിൽ പോയാൽ എനിക്കൊരു മണ്ണാങ്കട്ടിയുമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്താർത്തോളം കാലം ഏത് ജയിലിൽ പോയി കിടന്നാലും അതൊക്കെ തുറന്ന് ഞാൻ പുറത്ത് വരും, തിരിച്ച് പണി കൊടുക്കും. ഇപ്പോൾ ആ കേസ് കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള തെളിവുകളായിട്ട് ഞാൻ നിൽക്കുകയാണ്. 130ഓളം തെളിവുകൾ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് ഇനി മാറാൻ പോലീസിന് കഴിയില്ല. എനിക്കെതിരെ വ്യാജ സാക്ഷികളെ വെച്ച് കുറ്റപത്രം അടക്കം ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം കുടുങ്ങുമെന്ന് അറിയുന്നതുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. വീണ ജോർജ് അടക്കം കുടുങ്ങുന്നതാണ്. വീണ ജോർജ് വേഗം പോയി സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഞാൻ കൊടുത്ത കേസിൽ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, പോലീസ് സേനയിൽ വ്യാപകമായ രൂപത്തിൽ കഴിഞ്ഞ 10 വർഷം ഒരു കൊട്ടേഷൻ ടീമിനെ പോലെയാണ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിച്ചിട്ടുള്ളത്. ഗുണ്ടാ മാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഈ പോലീസ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളിൽ ഒന്നാണ് ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ ഒരു പോലീസുകാരൻ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ജ്യോതിഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പെൺവാണിഭ സംഘങ്ങൾക്ക് കാവലിരിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറഞ്ഞ് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അതായത് അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്:
ഒരു ദിവസം വെളുപ്പിന് 1 മണി മുതൽ 5 മണി വരെയുള്ള ടേണിംഗ് ഇടയ്ക്ക് അഭ്യൂഹങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് സ്ത്രീ പ്രവേശനം അസാധ്യമാക്കി. നടുക്കി പോലീസുകാരൻ്റെ FB പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റാണ്. ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിരിച്ചുവിടുവോ? ഒപ്പം അതീവ ഗുരുതരമായ ലൈംഗിക അഴിമതി ആരോപണങ്ങളും പരസ്യ വെല്ലുവിളിയുമായി ജ്യോതിഷ് CM. അദ്ദേഹം എഴുതിയ പോസ്റ്റ് ഇങ്ങനെയാണ്: പോലീസ് സേനയിൽ നിന്നും ഒരു ആൺകുട്ടി, ദ റിയൽ തുഫാൻ. പക്ഷേ കണ്ടറിയണം പോലീസുകാരാണ് എൻ്റെ ഗതി എന്താവുമെന്ന്. കേട്ടുകളിവില്ലാത്ത വിധം ഉന്നത ഉദ്യോഗസ്ഥർക്കും ആഭ്യന്തര വകുപ്പിന് വരെ അതീവ ഗുരുതരമായ ലൈംഗിക അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസുകാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തൃശ്ശൂർ റൂറലിലെ ഉദ്യോഗസ്ഥനായ ജ്യോതിഷ് CM ആണ് തനിക്കെതിരെ വകുപ്പ് തല നടപടിയും പിരിച്ചുവിടൽ നോട്ടീസും നൽകിയ മേലുദ്യോഗസ്ഥൻ കൃഷ്ണകുമാറിനെ പരസ്യമായി വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. തൃശ്ശൂരിലെ സെക്സ് റാക്കറ്റ് തലവന്മാരെ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വിവരങ്ങളാണ് പോസ്റ്ററുടെ പുറത്തുവിട്ടിരിക്കുന്നത്. പോസ്റ്റ് ചുവടെ: ശ്രീ കൃഷ്ണകുമാർ സാർ, എന്നെ പിരിച്ചുവിടാൻ ഒരുങ്ങുമ്പോൾ ഞാനൊരു സംഭവം ഓർത്തു പോവുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഒരു SHO ആത്മഹത്യ ചെയ്തു. ആത്മഹത്യക്കുറിപ്പിലെ വിവരണങ്ങൾ 1: അദ്ദേഹം SI ആയിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ CI വന്ന് അദ്ദേഹത്തെയും കൂട്ടി ആ സ്ത്രീയുടെ വീട്ടിൽ പോയി അവരെ ബലാത്സംഗം ചെയ്തതിന് സാക്ഷിയാകേണ്ടി വന്നതിനെ തുടർന്നുള്ള മാനസിക പീഡനങ്ങളെ തുടർന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇക്കാര്യം പുറത്തു വന്ന ഉടനെ ആഭ്യന്തര വകുപ്പ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും പിന്നീട് ഒരു വാർത്ത പോലും പുറത്തു വരാതെ പരാതിക്കാരെ ഒതുക്കുകയും ചെയ്തു. ഭരണപക്ഷ അസോസിയേഷൻ നേതാവായ മേൽ DYSPയെ കൊല്ലുപോലെ രക്ഷിച്ചെടുക്കുകയും ചെയ്തു. ടിയാൻ്റെ പ്രവൃത്തി അച്ചടക്കലംഘനമായില്ല. സേനയുടെ അന്തസ്സിന് കളങ്കം ചാർത്തിയില്ല. പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയില്ല. എൻ്റെ 15 വർഷത്തെ സർവീസിനിടയിൽ പോലീസിന് ഇത്രയധികം നാണക്കേടുണ്ടാക്കിയതും നീചമായതുമായ സംഭവം ഞാൻ വേറെ ഓർക്കുന്നില്ല. എന്നിട്ടും എന്തായിരുന്നിരിക്കാം അയാളെ രക്ഷിച്ചെടുക്കാൻ സ്ത്രീ സംരക്ഷണം എന്ന് നാഴികയ്ക്ക് 40 വട്ടം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് തോന്നിയ ഇത് ചേതോവികാരം. അതിനെ കുറേ വർഷങ്ങൾ പിറകിലേക്ക് പോകേണ്ടതുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം ഒരു ടേണിൽ ഞാനും മലയിൽ ഡ്യൂട്ടിക്ക് പോയി. ഭക്തർ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പടിഞ്ഞാറേ ഗോപുരവാതിൽക്കലായിരുന്നു ഡ്യൂട്ടി. ശബരിമല എനിക്ക് ഒരിക്കലും ഒട്ടും ഇഷ്ടമില്ലാത്ത ഡ്യൂട്ടി ആയതിനാൽ അതിൻ്റെ വിരസത ധാരാളമുണ്ട്. മലയുടെ പല ഭാഗങ്ങളിൽ സ്ത്രീകൾ അതിലേ വരുന്നു ഇതിലേ വരുന്നു എന്നൊക്കെ ഇടയ്ക്കിടെ അഭ്യൂഹങ്ങൾ പടരും. ഉടനെ RSS പ്രവർത്തകർ ചാടിവിടും. പിന്നെ പോലീസുമായ മൽപ്പിടുത്തമായി. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. പടിഞ്ഞാറേ നടയിലും ഇത്തരം അഭ്യൂഹങ്ങൾ കേട്ട് ജനം TVയുടെ റിപ്പോർട്ടർമാർ ഇടയ്ക്കൊക്കെ പാത്തും പതുങ്ങിയും തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ നിൽക്കുന്നത് കാണാം. ഒരു ദിവസം വെളുപ്പിന് 1 മണി വരെ മുതൽ 5 മണി വരെയുള്ള ടേണിന് ഇടയ്ക്ക് അഭ്യൂഹങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് സ്ത്രീ പ്രവേശനം സാധ്യമാക്കി. അതെ, എൻ്റെ കൺമുന്നിലൂടെ ആയിരുന്നു ആ സ്ത്രീകൾ ദർശനം കഴിഞ്ഞ് പടിഞ്ഞാറേ നടയിലൂടെ പ്രത്യേക പോലീസ് സംരക്ഷണയിൽ ഇറങ്ങിപ്പോയത്. ഇത്തവണ സ്ത്രീ പ്രവേശനം നടത്തിയേ തീരൂ എന്നുള്ള വാശിയിൽ സർക്കാരിനെ വിടുപണി ചെയ്തു കൊടുക്കുന്ന പോലീസുകാരെയാണ് ഞാൻ ജില്ലാ പോലീസ് മേധാവി മുതൽ പമ്പയിലും സന്നിധാനത്തും വരെ ചുമതലകൾ കൊടുത്തിരുന്നത് എന്ന് പിന്നീടാണ് മനസ്സിലായത്. അത്തരത്തിൽ ഞാൻ ഡ്യൂട്ടി ചെയ്തിരുന്ന പടിഞ്ഞാറേ നടയുടെ ചുമതല ഉണ്ടായിരുന്നത് മേൽപ്പറഞ്ഞ DYSPക്കായിരുന്നു. അദ്ദേഹം അന്ന് CA ആയിരുന്നു. അത് എൻ്റെ അറിവിലുള്ളതാണ്. ഇതുപോലെ പല പണികളും ഭരണപക്ഷത്തിനു വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം. പറഞ്ഞു വന്നത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിടുപണി ചെയ്തു കൊടുത്താൽ എന്ത് കൊല ബലാത്സംഗം ചെയ്താലും ഒരു ചുക്കും വരാനില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും സുഖമായി ജീവിച്ചു പോകാമായിരുന്നു. അതല്ല, മേലുദ്യോഗസ്ഥന്മാരുടെ മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഒരു ലീവിന് അപേക്ഷിച്ചാൽ പോലും കിട്ടാതെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി കളയാമെന്ന് വെച്ചാൽ ഇതുപോലെ പിരിച്ചുവിടൽ ഭീഷണിയായി പിണറായിയുടെ വാലാട്ടി പട്ടികൾ വന്ന് കളയും. ഇവന്മാരുടെ തിരുമ്മി നിന്നാൽ നമുക്കും നിലനിന്ന് പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ വർമ്മ സാറേ, തൻ്റെ തന്തയല്ലല്ലോ എൻ്റെ തന്ത. 15 ദിവസത്തിനകം മറുപടി തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് ചെരുപ്പ് കളയുമോ ശ്രീ കൃഷ്ണൻ കുമാർ സാറേ? തൃശ്ശൂരിൽ റൂറലിൽ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സെക്സ് റാക്കറ്റ് നടത്തിപ്പുകാരായ സാബീഷിനെയും സുനാകരനെയും തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ട് വാരാൻ മടിയില്ലാത്ത എച്ചിത്തരം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണം മൂലം പോലീസുകാരും പൊതുജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ തുറന്നെഴുതിയതിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ എന്നെ പിരിച്ചുവിടാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് എങ്കിൽ അത് ചെയ്തു കാണിക്കാൻ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. യോഗ്യനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുന്നിലാണ് ഞാൻ ഒരു പക്ഷേ വന്ന് കുമ്പിട്ട് നിന്നേനെ. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു പരമനാറിയുടെ മുന്നിൽ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും അന്തസ്സ് മറ്റേതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നതിനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ 15 ദിവസത്തെ സൗജന്യം എനിക്ക് വേണ്ട. എത്രയും പെട്ടെന്ന് എന്നെ പിരിച്ചുവിടണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്തു കാണിക്കാം.
ഒരു കാര്യം ഉറപ്പ്, എന്നെ പുകച്ചിട്ട് ഒരുത്തനും മനുഷ്യനും മേടിച്ച് സ്വസ്ഥമായി കുടുംബത്തിൽ ഇരിക്കാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റിലെ കാര്യം എനിക്ക് അയച്ചു തന്നത് CJ ഉണ്ണി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. അതായത് വളരെ ശക്തമായ രൂപത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്തായാലും ഈ കാര്യം CM ജ്യോതിഷ് എഴുതിയിട്ടുള്ള ഈ പോസ്റ്റ് പോലീസ് സേന കഴിഞ്ഞ 10 വർഷം എങ്ങനെയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. ഇപ്പോഴത്തെ പോലീസിനെ കുറിച്ചല്ല, കഴിഞ്ഞ 10 വർഷം നടന്നിട്ടുള്ള ഞെട്ടിക്കുന്ന പോലീസ് സേനയിലെ വെളിപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഈ പറയുന്ന AC ജയകുമാറിനെ കുറിച്ച് ഞാൻ പിന്നീട് അന്വേഷിച്ചു. അദ്ദേഹം ഒരു അഡ്വക്കേറ്റൊക്കെ ആയിരുന്നു മുമ്പ്, പിന്നീട് പോലീസ് സേന ചേർന്നാണ്. അദ്ദേഹം പെൺപിടിയാനായിരുന്നു എന്നുള്ളതാണ്. പല സ്ത്രീകളെയും പല കേസുകളിലും പെടുത്തി ഇതേപോലെ അദ്ദേഹം ആ വീട്ടിൽ പോയി സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ അത്തരക്കാരനാണെന്നാണ് ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ചില പോലീസുകാരും, പേര് പറയാൻ ആഗ്രഹിക്കാത്ത പോലീസുകാരും അതേപോലെ ചില അഡ്വക്കേറ്റ്മാരും എന്നോട് വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായുള്ള വിവരങ്ങൾ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് ഞാൻ വെളിപ്പെടുത്താം. എന്തായാലും പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുണ്ട്. പിണറായി വിജയൻ്റെ വാലാട്ടികളായി നിന്നുകൊണ്ട് ഇത്തരം പെൺവാണിഭക്കാരെയും മയക്കുമരുന്ന് സംഘങ്ങളെയും സഹായിക്കുന്ന ആളുകളുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ള പല ആളുകളെയും എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. അവരെ പറ്റി ഞാൻ കൃത്യമായി തെളിവുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ഞാനത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതായത് കേരളത്തിലെ പോലീസ് സേനയിലെ 95% ആളുകളും നല്ലവരാണ്. എന്നാൽ 5% വരുന്ന ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളാണ് കേരളത്തെ പോലീസിനെ നശിപ്പിക്കുന്നത്. ഇവരാണ് പിണറായി വിജയൻ്റെ വാലാട്ടികളിൽ നിന്നുള്ള കഴിഞ്ഞ 5 വർഷം ഇവരെ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ജയകുമാർ റിട്ടയർ ചെയ്തു പോയി എന്നുള്ളതാണ് സത്യം. അല്ലായിരുന്നു അദ്ദേഹത്തിനെതിരെ കൃത്യമായുള്ള പരാതി ഞാൻ കൊടുക്കുമായിരുന്നു. എല്ലാ പരാതിയും ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കൃത്യമായി കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പോലീസ് സേനയിലെ ഇത്തരം പുഴുക്കുത്തുകൾ പോലീസ് സേനയിൽ ഇരിക്കാൻ പാടില്ല. അവരാണ് ഇവിടുത്തെ പെൺവാണിഭക്കാരെയും മയക്കുമരുന്നുകാരെയും ഒക്കെ സംരക്ഷിക്കുന്നത്. അവരുള്ളിടത്തോളം ഈ പെൺവാണിഭ സംഘത്തിൻ്റെ തലവന്മാരും അതേപോലെ മയക്കുമരുന്ന് സംഘത്തിൻ്റെ തലവന്മാരും ഇത്തരം തട്ടിപ്പ് നടത്തുന്ന തലവന്മാരെല്ലാം സംരക്ഷണത്തോടെ കഴിയും. പാവപ്പെട്ട ഏതെങ്കിലും മയക്കുമരുന്ന് ഒരു ചെറിയ 1 ഗ്രാം കൊണ്ട് വിൽക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികൾ കുടുങ്ങിപ്പോയ സെല്ലർമാരായി മാറേണ്ടി വന്ന കാരിയർമാരായി മാറേണ്ടി വന്ന് ചില പെൺകുട്ടികളും അതേപോലെ ആൺകുട്ടികളുമാണ് പലപ്പോഴും കേസിൽ കുടുങ്ങുന്നത്. ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഡോണുകളായി കോടാനുകോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന ആളുകളെയാണ് പിടിക്കേണ്ടത്, പെൺവാണിഭ സംഘങ്ങളെയാണ് പിടിക്കേണ്ടത്. പക്ഷേ അവരെ തൊട്ടിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്.